വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുണ്ടായ ഭൂമികുലുക്കം ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി. പശ്ചിമേഷ്യയിൽ ഇതിനകം തന്നെ സംഘർഷം ഉയർന്നതും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സാഹചര്യം വളരെ നിയന്ത്രണാതീതമായി തുടരുന്നതുമായ ഈ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എല്ലാ ദിശകളിലും അലാറങ്ങൾ മുഴങ്ങി. ഭൂചലനം ജനങ്ങളിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയതാണെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇസ്രായേൽ ജിയോളജിക്കൽ സൊസൈറ്റി പറയുന്നതനുസരിച്ച് ഡിമോണയ്ക്ക് സമീപത്തായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ ഇറാനിൽ ആഭ്യന്തര കലാപം കലുഷിതമാകുന്നു. പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയാൽ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യുഎസും യുഎസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടായാൽ പ്രത്യാക്രമണമുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾക്കിടയിലുണ്ടായ ഭൂചലനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയെന്നത് സ്വാഭാവികമാണ്. ആക്രമണ സന്ദർഭങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായി സ്കൂളുകളിൽ രാവിലെ സംഘടിപ്പിച്ച അടിയന്തര ഡ്രില്ലിംഗിനിടയിലായിരുന്നു പ്രകമ്പനമുണ്ടായത്. നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ മേഖല ഇസ്രായേലിന്റെ ഏറ്റവും സെൻസിറ്റീവ് മേഖലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേലിന്റെ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ എല്ലായ്പ്പോഴും അതിന്റെ ആണവ ശേഷിയെക്കുറിച്ച് തന്ത്രപരമായ അവ്യക്തത നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അവ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല.